അനുപമേ, എടി അനുപമേ. എന്താടാ, എന്തു പറ്റി? എനിക്ക് സംസാരിക്കാനുള്ള അനുപമയാടാ. തൽക്കാലം അമ്മയും മറ്റുള്ളവരും കാഴ്ചക്കാരായിട്ടാ മതി. എന്താ അഭി? എന്താ നീ കാണിക്കുന്നത്? ഞാൻ എന്താ കാണിച്ചെന്ന് ഇവൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്കതെന്താണെന്ന് പറഞ്ഞു തരാം. ദാ ഇവളാ പത്മയെ കൊല്ലിച്ചത്. ഇവളിവിടെ കയറി വന്നത് എന്റെ ഭാര്യയാണെന്ന് അവകാശം പറഞ്ഞ. പക്ഷേ പിന്നീട് അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയുടെ ക്രിമിനൽ മാനിപ്പുലേറ്ററായി. അമ്മായിച്ചനും മരുമോളും കൂടി ചേർന്ന് ഈ ശംഖുചക്രം തറവാടിനെ ഒരു അധോലോക സങ്കേതമാക്കി മാറ്റുകയായിരുന്നു. ഇത്രയും നാളും ആസൂത്രണം മാത്രമാണ് നടന്നിരുന്നേ. ഇപ്പതാ എക്സിക്യൂഷനുമായി. ആ പാവം പിടിച്ച പത്മയെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ ഇട്ടപ്പോ നിനക്ക് സമാധാനമായോടി? എടി ആയോന്ന്? എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലേ? ഒരു കൊലപാതകം ചെയ്തിട്ടൊന്നും ന്യായം പറയുന്നോടി. നിന്നെ ഇന്ന് ഞാൻ പത്മയുടെ മരണമാണ് നിന്നെ പ്രകോപിപ്പിക്കുന്നതെങ്കിൽ നീ ഇവളോട് ചൂടായിട്ടൊരു കാര്യമില്ല. ഇവൾക്ക് അതിൽ ഒരു പങ്കുമില്ല എന്നുള്ളതാണ് സത്യം. നോ, പത്മയുടെ മരണമല്ല, പത്മയുടെ കൊലപാതകം. കൊലപാതകോ? അതെ, പത്മയെ കൊന്നതാ ഇവൾ. ഈ നിൽക്കുന്ന നെറിയേടിന്റെ ആൾരൂപമായ അനുപമ തന്നെ. അതെങ്ങനെയാ അഭി ശരിയാവുന്നേ? വല്യേട്ടൻ വന്ന് പറയുമ്പോഴാ പത്മ കൊല്ലപ്പെട്ട കാര്യം ഞങ്ങൾ അറിയുന്നത് തന്നെ. അന്നേരം അനുപമ ഈ വീട്ടിൽ പോലും ഇല്ലായിരുന്നു.